റൗണ്ട് അബൌട്ടിൽ നമ്മൾ പൊസിഷൻ കറക്റ്റ് ചെയ്യുക, ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക, വണ്ടിയൊന്നുമില്ല, നിർത്തണ്ട. പിന്നെ റൗണ്ട് അബൌട്ടിൽ നിങ്ങൾ കൈ വരേണ്ടതാ, എല്ലാവരും കൈ ഇങ്ങനെ വരിക, ഇങ്ങനെയാണ് എല്ലാവരും വളയ്ക്കൽ ഏകദേശം. ഇങ്ങനെ പിടിക്കുന്നതിന് പകരം എന്ത് ചെയ്താ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിക്കുക. അതാകുമ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഫിംഗർ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്സിറ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ നമ്മൾ ഇൻഡിക്കേറ്റർ ഫിംഗർ കൊണ്ട് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ മാറ്റി പിടിച്ചു കൊടുക്കും കേട്ടോ. സെയിം ലൈനിൽ എക്സിറ്റ് ആവാം. പിന്നെ ട്രെയിനിങ് വണ്ടികളായിട്ട് ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെക്കണം. ഇനി നമുക്ക് റൈറ്റ് ലൈനിൽ പോകണം. ഇനിയിപ്പോൾ ഞാൻ റൗണ്ട് അബൌട്ട് നേരെ പോകുന്നത്, നിങ്ങൾ സ്റ്റിയറിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ ലൈനിൽ നേരെയും പോകാം, ലെഫ്റ്റും പോകാം, യൂ ടേണും പോകാം. റൗണ്ട് അബൌട്ടിൽ വണ്ടി ഉണ്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ സ്പീഡ് കൊടുക്കുക. എന്നിട്ടാ കൈ വരണത് ശ്രദ്ധിക്കുക കേട്ടോ, ഇങ്ങനെ വരണം കൈ. എന്നിട്ടാ മെല്ലെ ഗ്രാജുവലി മെല്ലെ വലിച്ചെടുക്കും. ഇനി അതേപോലെ നമുക്ക് ശരിക്കും ഒരു കൈ മതി സ്റ്റഡി ആക്കാൻ. ഇപ്പോൾ ചിലർ രണ്ട് കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ പോകും. രണ്ട് കൈ പിടിക്കരുത്, മെല്ലെ ഇതൊന്ന് സ്ലൈഡ് ചെയ്യണം, എപ്പോഴും സ്ലൈഡ് ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് റൈറ്റ് ലൈനിൽ പോകണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു പിക്കപ്പാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ലൈൻ ചേഞ്ചിങ്ങിന്. ഒന്നുകിൽ സ്പീഡ് കൂട്ടി ഫ്രണ്ടിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം കാലെടുക്കുക, എന്നിട്ട് എൻ്റെ ബാക്കിൽ വരിക. അപ്പോൾ എനിക്ക് സ്പീഡ് കൂട്ടി ലൈൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി റൗണ്ട് അബൌട്ട് അഗൈൻ സ്ട്രൈറ്റ് ആവുന്നത്. ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇട്ടു, സേഫാണ്. അപ്പോൾ നിർത്തേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. ഇനി കൈ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഇനിതാ ഈ കൈ മുകളിലേക്ക് പിടിച്ചെടുത്താൽ മതി, ഒറ്റപ്പെടുത്താൻ പിടിച്ചാൽ മതി. ചിലർ 4-5 പ്രാവശ്യം ഇങ്ങനെ 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 മാറ്റി പിടിക്കും. ഇനി ഞാൻ വീണ്ടും ലൈൻ ചെയ്യാം. സ്റ്റിയറിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. സ്റ്റിയറിംഗ് എത്ര വളയ്ക്കണം എന്നുള്ളത്.